നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള, വാറന്റിയുള്ള, ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ കടുത്ത നടപടിയുമായി CPIM രംഗത്ത്. LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിനു പകരം UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയ 16ാം വാർഡ് മെമ്പർ രാമചന്ദ്രനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പാർട്ടി വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തത് അതീവ ഗൗരവകരമായ വീഴ്ചയാണെന്ന് വിലയിരുത്തിയാണ് നടപടി. ചേലക്കരയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MV മനോജ് തീരുമാനം പ്രഖ്യാപിച്ചത്. നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPIMന്റെ ഒരു വോട്ട് മാറി UDFന് കിട്ടിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 16ാം വാർഡിൽ നിന്ന് മത്സരിച്ച PN രാമചന്ദ്രനാണ് CPIM നിന്നും വോട്ട് മാറി UDFന് വോട്ട് നൽകിയത്. പാർട്ടി അത് അതീവ ഗൗരവമായാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായി PN രാമചന്ദ്രനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൂടാതെ ഈ നാട്ടിൽ കൂറുമാറ്റ നിരോധന നിയമം നിലവിലുള്ള രാജ്യമാണല്ലോ. പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് UDFന് വോട്ട് ചെയ്ത PN രാമചന്ദ്രനെതിരെ എല്ലാവിധ നിയമ നടപടികളും എടുക്കാനും അതിൻ്റെ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുവാനും വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ PN രാമചന്ദ്രൻ്റെ ഈ നടപടിയിൽ പാർട്ടി വിശദമായ അന്വേഷണം നടത്തി ആവശ്യമായിട്ടുള്ള പ്രസക്തമായ നടപടികൾ എടുക്കാനും വേണ്ടി പാർട്ടിയുടെ മേൽഘടകം തീരുമാനിച്ചതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് വിളിച്ചിട്ടുള്ളത്. അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന രാമചന്ദ്രന്റെ വിശദീകരണം തള്ളിക്കൊണ്ടാണ് പാർട്ടി ഈ കടുത്ത തീരുമാനമെടുത്തത്. പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷാംഗത്തിന്റെ വോട്ട് UDF പ്രതിനിധിയായ T ഗോപാലകൃഷ്ണന് ലഭിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾക്കും അച്ചടക്കത്തിനും വിരുദ്ധമായി പ്രവർത്തിച്ച അംഗത്തിനെതിരെ കർശനമായ നടപടി വേണമെന്ന് ലോക്കൽ നേതൃത്വം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. മെമ്പറെ പുറത്താക്കിയ സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യതാ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. ഇതോടെ ചേലക്കര പഞ്ചായത്ത് 16ാം വാർഡിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയിരിക്കുകയാണ്. CCV ന്യൂസ്, ചേലക്കര.